കഴിഞ്ഞ 9 കൊല്ലം പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് കണ്ണൂർ ലോബി തന്നെയാണ്. കാരണം കണ്ണൂർ ലോബിയെ വിട്ടൊരു പരിപാടി മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് പിണറായി വിജയനെക്കുറിച്ച് എല്ലാവരും, സ്വന്തം പാർട്ടിക്കാർ പോലും ഊറ്റം കൊള്ളുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് മാറ്റിപ്പിടിച്ചാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന വിശദമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിണറായി വിജയൻ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രദീപ് കുമാറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് 3 തവണ വിജയിച്ച പ്രദീപ് കുമാർ നടക്കാവ് ഗവൺമെൻറ് സ്കൂൾ വികസിപ്പിച്ചെടുത്തതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച MLA-മാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ കൃത്യമായി ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുമായിരുന്നു പ്രദീപ് കുമാർ അതിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. അത്രയും മികച്ച രീതി പാർട്ടിക്ക് അതീതമായി അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഓരോ തവണയും വിജയിച്ചു കയറുന്നത്. അത്തരത്തിൽ ഉള്ള നോർത്ത് മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ ഇത്തവണ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ CPIM മത്സരിച്ചത്. പ്രദീപ് കുമാറിനെ ഒഴിവാക്കിയതിന് കൃത്യമായ കാരണമുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകന് കോഴിക്കോട് നിന്നുമുള്ള ഒരു ആദ്യമായി MLA ആകുന്ന മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെങ്കിൽ പ്രദീപ് കുമാർ മത്സരിക്കാൻ പാടില്ല. 4ാം തവണയും പ്രദീപ് കുമാർ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മനസ്സോടെയാണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത്. പക്ഷേ അത് വെറും പേരിന് വേണ്ടി മാത്രമാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ശശി അടക്കമുള്ളവരാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ പിണറായിക്ക് എതിരാളികൾ നിരവധിയാണ്. പാർട്ടിക്കുള്ളിൽ ജയരാജൻ ഉൾപ്പെടെയുള്ളവർ, KK ശൈലജ ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയൻ്റെ എതിർ ടീമിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി അദ്ദേഹത്തിന് 3ാമതൊരു ഊഴം കൊടുക്കാതിരിക്കാനാണ്. അധികാരം തുടർച്ചയായി മത്തുപിടിപ്പിക്കുന്നു പിണറായിയെയും മരുമകനെയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 4ാം വാർഷികം കേക്ക് മുറിച്ചുകൊണ്ട് പിണറായിയുടെ വായിലേക്ക് മധുരം നുണഞ്ഞ് മരുമകൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ വാസ്തവത്തിൽ CPIM ഉള്ളിൽ തന്നെ പിണറായിസ്റ്റുകൾക്ക് എതിരായി സംസാരിക്കുന്നവർക്ക് അങ്കലാപ്പാണ്. MA ബേബി അടക്കമുള്ളവർ പിണറായി വിരുദ്ധരാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രദീപ് കുമാറിനെ പേഴ്സണൽ സെക്രട്ടറി ആക്കിയതിന് പിന്നിൽ MA ബേബിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം പ്രദീപ് കുമാർ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നേതാവ് പോലുമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പല രാഷ്ട്രീയ നിരീക്ഷകരും അത്ഭുതത്തോടെയാണ് അത് കാണുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കുമോ? ഇതെന്തെങ്കിലും ഉറക്കപ്പിച്ച് സംഭവിച്ചതാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം എന്തൊക്കെ ഗിമിക്സ് കാണിച്ചാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമായി പറയുന്നത്. അത്രയേറെ അഴിമതി നിറഞ്ഞ ദുർഭരണം, അതിൻ്റെ പേരിൽ ജനങ്ങൾ വലിയ തോതിൽ അസ്വസ്ഥരാണ്. അത് കൃത്യമായി ആൻറ്റി ഇൻകുംബൻസി എന്ന രീതിയിൽ, ഭരണവിരുദ്ധത എന്ന രീതിയിൽ പ്രതിഫലിക്കും എന്നാണ് VD സതീശൻ പറയുന്നത്.